ശരൺ പെണ്ണ മരിച്ചിട്ട് ഇപ്പോൾ 1 മാസമായി. 1 മാസമായിട്ട് ഈ തീപ്പന്തങ്ങളൊന്നും കത്തിച്ചിട്ടേ ഇല്ല. നാളത്തെ പൂജ കഴിഞ്ഞാൽ ഉടനെ തന്നെ വീണ്ടും ഒരിക്കൽ കൂടി പന്തങ്ങൾ കത്താൻ തുടങ്ങും. അങ്ങനെയെങ്കിലും ശരൺ രാജാവിന്റെ ആത്മാവിനൊരു ശാന്തി കിട്ടുമല്ലോ. നമ്മൾ ആരംഭിക്കാൻ പോകുന്ന മദ്യ ഫാക്ടറിയെക്കുറിച്ചുള്ള സകല വിവരങ്ങളും ശരൺ പെണ്ണയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അവൻ രാജിനെ കണ്ട് എല്ലാ കാര്യങ്ങളും പറയുകയാണെങ്കിൽ പിന്നെ നമ്മുടെ മുന്നിൽ 2 വഴികളേ ഉള്ളൂ. ഒന്ന് നമ്മുടെ സ്വപ്നങ്ങളെല്ലാം കത്തിച്ച് ചാമ്പലാക്കണം, അതല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളെ കത്തിക്കുന്നവനെ നമ്മൾ കത്തിക്കണം. നമ്മൾ തിരഞ്ഞെടുത്തത് 2ാമത്തെ വഴിയാണ്. അതുകൊണ്ട് എരിയുന്ന ആ വിറക് കഷണത്തെ അച്ഛാ, അപ്പൊ ശരിക്കും നിങ്ങൾ സ്വയം തന്നെയാണോ? നിന്റെ മുഖത്ത് കാണുന്ന ഈ ഭയം ഒരു ദിവസം നമ്മളെ കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് അവന്റെ വായ എന്നേക്കുമായി അടയണം. അത് വളരെ പ്രധാനമാണ്. പറഞ്ഞത് മനസ്സിലായോ? നീ അവിക് ബണ്ണയുടെ അടുത്തു പോലും പോകരുത്. അവനെ നീ ഒറ്റയ്ക്ക് കാണുകയും അരുത്. നിനക്ക് എന്താ പറ്റിയത്? നിന്റെ റോജ ചേച്ചി ചോദിക്കുന്ന നിനക്ക് എന്ത് പറ്റിയെന്ന് പറ അവിക്. അവിക്, ഞാൻ നിന്റെ ചേച്ചിയാ വന്നിരിക്കുന്ന. എഴുന്നേക്ക്. നിനക്ക് എന്ത് പറ്റിയെന്ന് പറ. അവിക്, ഞാൻ നിന്റെ ചേച്ചിയാ. നോക്ക്, എന്റെ മോൻ എന്താ പറ്റി? ചേച്ചി വന്നിട്ടുണ്ടല്ലോ. എന്ത് പറ്റിയെന്ന് പറ. എന്തിനെങ്ങനെ പേടിക്കുന്നെന്ന് പറ. പുറത്ത് ചേച്ചിക്കൊന്നും മനസ്സിലായില്ല മോനെ. പതുക്കെ പതുക്കെ പറഞ്ഞേ. പുറത്ത് പുറത്ത്. അയ്യോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ എന്താ ഇപ്പൊ ചെയ്യാ? ഡ്രോയിങ്. 1 മിനിറ്റ് മോനെ, ഞാനിപ്പോ വരാം. 1 മിനിറ്റ്. എനിക്കെന്താന്ന് അറിയണം. അവിക്ക് എന്തോ എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവിക്, ഇത് നിന്റെ ഡ്രോയിങ് ബുക്ക് അല്ലേ? ഈ ക്രയോൺ ഉപയോഗിച്ച് നീല്ലേ നിനക്ക് എന്താണോ പറയാനുള്ളത് അത് വരച്ച് കാണിക്കണേ. ഇതാ വരച്ച് കാണിക്കണേ. എന്നോ പിടിച്ചോ. മോന് എന്താണ് ചേച്ചിയോട് പറയാനുള്ളത് അത് വരച്ച് കാണിക്കണേ. ചേച്ചി അത് മനസ്സിലാക്കാൻ ശ്രമിക്കാമേ. മോന് ചേച്ചിയോട് എന്താണോ പറയാനുള്ളത് അത് വരച്ച് കാണിക്കുക. നോക്ക്, ഇതാ ഇങ്ങനെ ഇവിടെ വരച്ച് കാണിക്കുക. ചേച്ചി അത് ശ്രദ്ധിക്കാം. എന്തായി പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണോ? ആദ്യം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കൈകൊണ്ട് തന്നെ ശരണ്യെയും അവന്റെ ഭാര്യയെയും കൊന്നുകളഞ്ഞു. ഇനി നിങ്ങൾ അവിപ്പനെ
ജീവനാണ് ആ അവിക് പന്ന. ശരൺ പെണ്ണയിലാണ് നമ്മൾ വിശ്വാസം അർപ്പിച്ചിരുന്നത്. പക്ഷെ എന്താ സംഭവിച്ചത്? ഒരു സൂചിക്കുഴയുടെ അത്രയും പോലും സംശയം നമ്മൾ രാജിന് മുന്നിൽ ഉണ്ടാക്കിയിരുന്നില്ല. പക്ഷേ വഴിയിൽ കിടന്ന ഒരു മുള്ള്. ഒരു കാര്യം മനസ്സിലാക്ക്, ഈ ലോകത്ത് സന്തോഷമായി ജീവിക്കണമെങ്കിൽ തടസ്സമാകുന്ന ആളുകളെ പിഴുതെറിഞ്ഞേ പറ്റൂ. നിങ്ങളിപ്പോ വെറും ആളുകളെന്ന് പറഞ്ഞ ആ മനുഷ്യരുണ്ടല്ലോ അച്ഛാ, അവർ വെറും ഏതോ ആളുകളല്ലായിരുന്നു. അവർ നമ്മുടെ സ്വന്തമായിരുന്നു. അവരുടെ ജീവനാണ് നിങ്ങൾ എടുത്തു കളഞ്ഞത്. ഞാൻ ഒരിക്കലും കരുതിയതല്ലായിരുന്നു രാജസിംഹാസനം നേടാനായി ആളുകളെ കൊല്ലേണ്ടി വരുമെന്നുള്ളത്. ഓഹോ, അത് കൊള്ളാം. ഇത് നല്ലതല്ല. ഇങ്ങനെ പാവത്ത് നടിക്കല്ലേ. നീ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോ? ഒരു കൈ കൊണ്ട് തട്ടിയ ശബ്ദം വരില്ല. ഞാൻ കുറ്റവാളിയാണെങ്കിൽ എന്നോടൊപ്പം നീയും കുറ്റവാളിയാണ്. എനിക്ക് വേണ്ടത് കാശ്, പക്ഷെ നിനക്കോ രാജസിംഹാസനം. അതുകൊണ്ട് ഈ സംഭവിക്കുന്നതിനൊക്കെയും നീയും തുല്യ പങ്കാളി തന്നെയാണല്ലോ. കുറ്റത്തിൽ മാത്രമല്ല, പവറിനും പങ്കുണ്ട്. ദേ അവിക് പെണ്ണാക്കുള്ള മരുന്ന്. നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നേ? റാണിയമ്മ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. നിങ്ങൾ ഇവിടെ നിന്ന് പോവാൻ നോക്ക്. 2 മിനിറ്റ്. അവിക്കിന് എന്താ എന്നോട് പറയാനുള്ളതെന്ന് പറ. നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോ. റാണിയമ്മ കണ്ട എന്നെ വഴക്കുറയും. ദയവായിട്ടൊന്ന് പോ. ഞാൻ പോ. അവിക്, മോൻ എന്താണോ ചേച്ചിയോട് പറയാനുള്ളത് അത് വരച്ചിട്ട് ചേച്ചിക്ക് കാണിച്ചു തരണേ. ഇങ്ങോട്ട് നോക്കി. ഒരിക്കലും പേടിക്കരുത്. പിന്നെ ചേച്ചി ഇപ്പോഴും മോന്റെ കൂടെ ഉണ്ടാവും. അവിക്കിനെ നന്നായിട്ട് നോക്കണേ പ്ലീസ്. എന്നാ കഴിക്കുമോനെ മരുന്ന്. ഇത് അതേ സ്ഥലമാണല്ലോ. ഇവിടെ കളിക്കുമ്പോഴാണ് അവിക്കിന് പേടിയുണ്ടായത്. അവന് എന്തുകൊണ്ടായിരിക്കും അത്രയ്ക്കും പേടിയുണ്ടായത്? അവിക്കിന്റെ കാർ. അവന് തീ എന്ന് പറഞ്ഞ ഭയങ്കര പേടിയാണ്. ആ കാര്യം അതെനിക്കറിയാം. പക്ഷെ ഇവിടെ എങ്ങനെയാ തീ ഉണ്ടാവുന്നത്? അങ്ങനെ അവൻ എന്തെങ്കിലും കണ്ട് പേടിച്ചിട്ടുണ്ടാവോ? ഞാൻ എവിടെ പോയാലും എന്തിനാ സമീർ എന്റെ പുറകെ വന്ന് നിൽക്കുന്നേ? ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ഇതാണ് എന്റെ സ്റ്റൈല്. നിനക്കിപ്പോ എന്താ പ്രശ്നം? വല്ല ക്ലബിലേക്കും പാർട്ടിക്ക് വേണ്ടി ഇറങ്ങിയതായിരിക്കും അല്ലേ? അല്ലാതെ നിനക്ക് വേറെന്താ പണിയാണുള്ളത്? ഇപ്പൊ ഞാനും നിന്റെ കൂട്ടി ക്ലബിൽ വരണമെന്ന് പറയരുത്. കാരണം നീ അങ്ങനത്തെ ഒരു ടൈപ്പേ അല്ല. എക്സ്ക്യൂസ് മീ, ഞാൻ ആ പെൺകുട്ടികളെ പോലൊന്നും അല്ല. അവരുണ്ടല്ലോ അവരുടെ വീട്ടുകാരോട് കള്ളം പറഞ്ഞിട്ട് ക്ലബിലേക്ക് വരുമായിരിക്കാം. അതും ദേ ഈ മോന്ത കാണാൻ വേണ്ടിട്ട്. ഹലോ, ഈ മോന്തെന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഞാനിപ്പോ നിന്റെ അടുത്തൊന്ന് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് വരെ മേടിക്കണോ? ഹലോ, നിന്നെ പോലുള്ള ആണുങ്ങളുണ്ടല്ലോ പുറത്ത് സിഗരറ്റ് വലിച്ചിട്ട് അകത്ത് വന്ന് കള്ളം പറയും. നിന്നെ പോലുള്ളവർക്ക് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റൂല. നീ സ്റ്റൈൽ എന്ന് പറയുന്നതിൽ ഡബിൾ 0 ആണ്. ഈ വലിയ വർത്താനം പറഞ്ഞതിന് മുമ്പ് ആദ്യം നിന്റെ മോന്ത പോയി കണ്ണാടി നോക്കിയിട്ട്. ഹലോ, ഞാൻ എങ്ങനെയുണ്ടെങ്കിലും നിന്നെക്കാളും ബെറ്റർ ആണ്. ആ ക്ലബിൽ വരുന്ന പെൺകുട്ടികളുണ്ടല്ലോ എന്നെ ആയിട്ട് കമ്പയർ ചെയ്യരുത്. എനിക്ക് ക്ലബിൽ പോകുന്ന പെണ്ണുങ്ങളെ ഇഷ്ടം. നിന്നോട് ആരാ പറഞ്ഞേ? എനിക്ക് എങ്ങനെയുള്ള പെണ്ണുങ്ങളെ ഇഷ്ടമെന്നറിയോ? അവരുടെ മുഖത്ത് കുറച്ച് നാണം ഉണ്ടാവും. അവരുടെ ചെവിയിൽ ഭംഗിയുള്ള 2 കമ്മലുണ്ടാവും. അതുപോലെ അവരുടെ ആ നെറ്റിയിൽ ഭംഗിയുള്ള ഒരു കറുപ്പ് പൊട്ടുണ്ടാവും.
അതുപോലെ അവൾ നല്ല കുർത്തയിടും. അപ്പൊ ചെല്ല അതുപോലെയുള്ള പെൺകുട്ടി അന്വേഷിച്ച് അവളുടെ ഡെയിലി നിന്റെ കൂടെ പാർട്ടിക്കും വരും, ക്ലബിലേക്കും വരും. അതൊക്കെ ഇരിക്കട്ടെ, നിന്റെ ചെവിയിലെ കമ്മലും വളരെ നന്നായിട്ട് തന്നെയുണ്ട് റോജ. ഓയ് ഹലോ, മാറി നിൽക്ക്. എന്റെ തെറ്റാ, ഞാൻ നിന്നെ വന്നിടിച്ചത്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ നിന്നെ തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നേ. കാരണം നിന്റെ പേരൻസ് പോയതിനു ശേഷം നീ വളരെ അപ്സെറ്റ് ആണെന്നറിയാം. റാണിമ്മയ്ക്ക് മാത്രമേ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റൂ. ഈ സമയത്താണ് നീ ഈ ഫോൺ നന്നായി റെഡിയാക്കിയിട്ട് നിനക്ക് തരുമ്പോൾ നീ കുറച്ച് സന്തോഷമാവും അല്ലേ? ആ ചിരി നിന്റെ മുഖത്തിനേക്ക് കാണണം റോജ.